ജഗി എന്തേ? കിച്ചുവിടെ അവള് റൂമിലുണ്ട്. വാ, ആദ്യം കിച്ചു ഒക്കെയാണോ നോക്കാം, എന്നിട്ട് ഞങ്ങളെല്ലാം പറയാം. വൃത്തിയായിട്ടവൻ, അവനൊക്കെ ചാകേണ്ടത് തന്നെ. അതെ, ഇതുപോലുള്ള ചെറ്റുകളെല്ലാം ഈ ഭൂമി പോലും ഉണ്ടാവരുത്. കിച്ചു, എന്തായി? no is no more. ഇനിയിപ്പോ അവരെല്ലാം അവരുടേതായ ലോകത്തോ, സോ അതിനു മുങ്ങിയേക്കാം. ഇനി എന്തെല്ലാവരും പരിപാടി കിടക്കുമല്ലേ? അല്ല, ഇന്നിനിച്ചൊക്കെ ഇവിടാണോ അത് സ്വന്തം റൂമിലാണോ? ഞാൻ തപ്പ പോവും. ഇവിടെ കിടന്നാലും ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. മതിയടി, വാ ഇങ്ങോട്ട്, അവർ സംസാരിക്കട്ടെ. ഓക്കെ, ബൈ. ജയ, ഇതിപ്പോ കുറെ നാളായി എന്റെ പിന്നാലെ നടക്കുന്നു. എന്റെ പരിപാടി എന്താന്ന് അറിയണ്ടേ? കിച്ചു, പറയുന്നില്ലേ? എന്ത്? അത് ഞാൻ ഉറങ്ങി കിടക്കാന്ന് വിചാരിച്ച് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞില്ലേ, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം മനസ്സൊന്ന് തുറക്കാനും. എന്നിട്ട് തുറക്കുന്നില്ലേ? ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഉറങ്ങി എന്നത് ശരിയാണ്. നിങ്ങൾ എന്റെ അടുത്ത് വന്നാ ഞാനതറിയും, എത്ര ഉറക്കത്തിലാണെങ്കിലും. എനിക്ക് നിന്നോട് ഐ ലവ് യു. ഞാനൊരു ബ്ലാക്ക് ടീ ഇട്ടതാ. എന്താ ഈ നേരത്തെ ഒരു ബ്ലാക്ക് ടീ? അവളോട് നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ടെൻഷൻ അടിക്കാം. അത് നിങ്ങളോട് സേഫ് ആയി എത്തുന്നവരുണ്ടായി, അതുകൊണ്ടാവും നല്ല തലവേദന. ഈ കുഞ്ഞു തലയിൽ ഓരോന്നിട്ട് ആലോചിച്ച് തലവേദന വരുത്തി വെച്ചതല്ലേ? ചെറുതായിട്ട്. എന്താ എന്താ ഏട്ടാ? നിനക്കെന്തായി തോന്നി? ഈ അടുത്ത് വന്ന നിൽപ്പം എന്റെ കഴുത്തിലേക്ക് അച്ചുകൊണ്ട് ചേർക്കുന്നതൊക്കെ കൂടി ഈ ചുണ്ട് മറ്റെന്തിനും ആഗ്രഹിക്കുന്ന പോലെ. നിന്റെ അതൊന്നും വളരെ ശരിയാണ്. അതെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? ഞാനിനി ഇങ്ങനെ എത്ര നേരം കൂടി ഇരിക്കണം? എങ്ങനെ? ഇങ്ങനെ ഉറങ്ങാതെ. എന്തിന്? നിനക്ക് ഇരിക്കണം ഉറങ്ങിക്കൂടെ? ഓഹോ, ഇപ്പൊ അങ്ങനാണല്ലേ. നേരത്തെ ഒരു കിസ് കാര്യമെന്ന് പറഞ്ഞ് പുറകെ കിടക്കുമായിരുന്നു, ഇപ്പൊ
ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതായിരുന്നു Yes, I'll be your woman. Yes, I'll be your baby. Yes, I'll be whatever that you tell me when you're ready. Yes, I'll be your girl, forever your lady. You ain't never gotta worry, I'm down for you, baby. Best believe that when you need that, I'll provide that. You will always have it. I'll be on deck, keep it in check. When you need that, I'ma let you have it. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പെൺവാണിഭ കേസിലെ പ്രധാന പ്രതി ഷേർദാസ് കൊല്ലപ്പെട്ടിരിക്കുന്നു. തിരുവല്ലയാറിന് സമീപത്തെ പൂട്ടിക്കടന്ന ഗോഡൌണിൽ വെച്ചാണ് കൊലപാതകം നടന്നത്. ഒരു അനോണിമസ് കോളിനെ തുടർന്നാണ് പോലീസോട് തെരച്ചിൽ നടത്തിയത്. ശരീരം മുഴുവൻ കത്തിക്കരിഞ്ഞ അവസ്ഥയിലായിരുന്നു. അജ്ഞാത സന്ദേശത്തിലായിരുന്നു കൊല്ലപ്പെട്ടത് ശേഖർദാസ് ആണെന്ന് പോലീസിന് വിവരം ലഭിച്ചത്. പിന്നീടുള്ള പരിശോധനയ്ക്കൊടുവിൽ കൊല്ലപ്പെട്ട ശേഖർദാസ് തന്നെയെന്ന് സ്ഥിരീകരിച്ചു. നെറ്റിൽ നിന്നും ഒരു ബുള്ളറ്റും നെഞ്ചിൽ നിന്നും 3 ബുള്ളറ്റുമാണ് കണ്ടെത്തിയത്. പോലീസും സർക്കാരും വർഷങ്ങളായി പിടികൂടാൻ ശ്രമിച്ചിട്ടും കൃത്യമായ തെളിവുകളില്ലെന്ന കാരണത്താൽ കോടതി തള്ളിക്കളഞ്ഞ കേസുകളായിരുന്നു ശേഖർദാസിന്റേത്. പണത്തിന്റെയും അധികാരത്തിന്റെയും സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന ശേഖർദാസിന്റെ ഈ കൊലപാതകത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ്. എന്തൊക്കെയായി പറയുന്നേ? നിങ്ങളല്ലേ പറഞ്ഞത് ഒരു വെടി ശബ്ദം മാത്രമേ കേട്ടുള്ളൂ? ഇതിപ്പോ ശരീരം മുഴുവൻ കത്തിക്കറിഞ്ഞ അവസ്ഥ എന്നൊക്കെ പറയുമ്പോ ഇനി ബ്ലാക്ക് മാർക്ക് ഇങ്ങനായിരിക്കോ കൊലപാതകം ചെയ്യുന്നത്? ഏയ് അല്ല, ഞാൻ അവരെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. ഇതുവരെ നടത്തിയ കൊലപാതകങ്ങളെല്ലാം വളരെ ക്രിസ്റ്റ്യൻ ക്ലിയർ ആയിരുന്നു, അതും പിസ്റ്റൾ വെച്ച് മാത്രം. പക്ഷെ ഇത് ഇപ്പോൾ കിട്ടിയ വാർത്ത കൊല നടന്നിടത്തു നിന്നും കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് ബ്ലാക്ക് മാർക്കാണ് ചെയ്തതെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. എല്ലാ കുളിക്കൊടുവിലും അവർ ഉപേക്ഷിക്കുന്ന തെളിവ്, കൊല്ലപ്പെട്ടയാളുടെ ശരീരത്തിൽ രേഖപ്പെടുത്തുന്ന ബ്ലാക്ക് മാർക്കിന്റെ സൈൻ. പോലീസിനെ അത്ഭുതപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ ഗവൺമെന്റ് അണ്ടർ കവറേജ് ഏജന്റായ ബ്ലാക്ക് മാർക്കിന്റെ കൊലപാതക പരമ്പരയിൽ ആദ്യമായി അതിക്രൂരമായ ഒരു കൊലപാതകം. ശരീരത്തിൽ നിന്നും ലൈംഗിക അവയവം കൂടി മുറിച്ചു മാറ്റിയിരിക്കുന്നു, അതും ജീവനോടിരിക്കുമ്പോൾ തന്നെ. ആദ്യമായാണ് ഇതുപോലൊരു കൊലപാതകം പോലീസ് റെക്കോർഡ്സിൽ രേഖപ്പെടുത്തുന്നതെന്ന് DIG ബാലചന്ദ്ര മേനോൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവനത് ആവശ്യമായിരുന്നു, പക്ഷേ ഇത്രയൊന്നും നമ്മൾ അതിന് പ്രതീക്ഷിച്ചില്ല. അതെ, എനിക്കെന്തോ പേടിയാവുന്നു. എന്തു വെച്ച്? അറിയില്ല വേട്ടാ, ഇനി ഒരാൾ കൂടിയില്ലേ, ആ വിക്രം. അതെ, എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു പേടി. പേടിക്കാതിരോ, നിങ്ങളാരും പേടിക്കാതിരിക്കുക. നമ്മൾ എല്ലാരും ഒരുമിച്ച് നിന്നാ ഇത് നമ്മൾ സോൾവ് ചെയ്യും. വിക്രം അവൻ പൊട്ടനാണെന്ന് കരുതരുത്. അയാളവിടെ എത്തിച്ചത് നമ്മളാണെന്നറിഞ്ഞ ശരീരത്തിൽ നിന്നും ലൈംഗിക അവയവം കൂടി മുറിച്ചു മാറ്റിയിരിക്കുന്നു, അതും ജീവനോടിരിക്കുമ്പോൾ തന്നെ. ബ്ലാക്ക് മാർക്ക് ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് എന്റെ ടേബിളിലെത്തണം. 24 മണിക്കൂറാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന സമയം. പിന്നൊരു കാര്യം കൂടി, അന്നിവിടെ വന്ന് അവളെയും കൊണ്ട് പോയവന്മാര് 2 ദിവസമായി അവരെല്ലാം എവിടെയൊക്കെ പോയി എന്തെല്ലാം ചെയ്തു എന്നതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിരിക്കണം. ഓക്കെ സോ ഹലോ ഹലോ ടേ,
ഐ യു ഫ്രീ നോ? ആ യെസോ. ആരാടാ? എടാ വെയിറ്റ്, ഞാൻ പോരാം. കോളേജിലെ പ്രിൻസിയാണ്. ആ നീ ചെല്ലാം. ആ ഹലോ സർ, പറഞ്ഞോളൂ. ദേ, നമ്മുടെ റിയൂണിയന്റെ കാര്യം പറഞ്ഞിട്ട് എന്തായി? ഡേറ്റിംഗ് എടുക്കാറായി. ഓ, ഇവിടെ ജീവൻ പൊക്കോണ്ടിരിക്കുക. അതിനിടയിൽ അയാൾക്ക് ഒരു ഉണക്ക റീയൂണിയൻ. ഹലോ ടേ, ഐ യു ദേർ? ആ സർ, അതൊക്കെ നമ്മൾ ശരിയാക്കാം സർ. ആ അത് മതി. പിന്നെ ടേ, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഏ അത് സാർ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇപ്പൊ കുറച്ച് ഡേയ്സ് ആയി ടേ കോളേജിൽ വരുന്നില്ല. പോരാത്തതിന് നീനോ യൂണിയൻ ക്ലാസ്സിൽ ചെന്നിട്ടില്ലെന്ന് ടീച്ചർമാർ പറയുന്നത് കേട്ടു. ഏയ് അതൊന്നുമില്ല സർ, ചെറിയ ഹെൽത്ത് ഇഷ്യൂസ്. എല്ലാം ഒന്ന് നന്നായി മാറിയിട്ട് വരാന്ന് വെച്ചു. ആട്ടെ, പിന്നെ മറക്കണ്ട, നമ്മുടെ റിയൂണിയൻ ചാടി ചാടി നിൽക്കണം കേട്ടോ. ഓക്കെ സർ, ഞാൻ വെച്ചോട്ടെ. ആ ശരി ശരി. എന്താടാ അയ്യാക്ക് ഭ്രാന്ത്? റീയൂണിയൻ നടത്തുന്ന കാര്യം പറയാൻ വിളിച്ചതാ. റീയൂണിയനോ? ഇതൊക്കെ എപ്പോ? ആ ആനക്കാര്യത്തിന്റെ ഒക്കെ അയാളുടെ ഒരു ചേനക്കാര്യം. വിട്ടുകളാ, നമ്മുടെ ടെൻഷൻസ് ഒന്നും അയാൾക്കറിയില്ലല്ലോ. എന്തായാലും റീയൂണിയൻ നടത്തുന്നത് നന്നായി. പഴയ ഫ്രണ്ട്സിനെല്ലാം ഒന്നുമില്ല കാണാലോ. അതെ, പിന്നെ റീയൂണിയനുള്ള ഇൻവിറ്റേഷൻ കാർഡ് അടിച്ചു കഴിഞ്ഞാണ് പറഞ്ഞത്. പോരാത്തതിന് എല്ലാരെയും കണ്ട് പറയേണ്ടത് ഞാനും. നമ്മുടെ ബാച്ചാണല്ലോ. നിങ്ങൾക്കുള്ള ലെറ്റേഴ്സ് ഞാൻ എത്തിച്ചേക്കാം. ആരും മാർക്ക് ലെറ്റേഴ്സ് എത്തിക്കാൻ കണ്ട, നിങ്ങൾക്കുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വൈക, വൈകേച്ചി, വൈക, ഹേയ്, നീ എന്താ ഇവിടെ? ഇതൊരു വല്ലാത്ത സർപ്രൈസ് ആയി പോയി. എത്ര നാളെ എല്ലാവരും ഒരുമിച്ചൊന്ന് കണ്ടിട്ട്. ഞാൻ എന്നാലും ഇങ്ങോട്ട് ഇറങ്ങാന്നൊക്കെ വിചാരിച്ചു നിന്നപ്പോഴാ ഈ ലെറ്റർ സാറിന്റെ കയ്യിൽ തരുന്നേ. സോ നിങ്ങളെല്ലാരും കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. നീ ഇവിടെ ഉണ്ടായിട്ടും ഇപ്പോഴാണ് ഞങ്ങളൊക്കെ കാണാൻ തോന്നിയത്. ആഹാ, നീയൊക്കെ ഇവിടെ ഉണ്ടായല്ലോ. ഇവിടുന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, അവിടെ വരെ വരായിരുന്നില്ലേ? വന്നില്ലല്ലോ, അപ്പൊ പിന്നെ വലിയ വർത്താനൊന്നും പറയണ്ട. ആ വന്നു കണ്ടു തലൂർത്താൻ പറയും. ഇവര് പണ്ടേ ഇങ്ങനെ. അല്ല, ജാക്സണിക്ക് ഇവരെന്തേ? അവരൊന്ന് മോർണിംഗ് പോയി ലണ്ടൻ. എന്താ? കെവിന് ലീവ് തീർന്നു. ജാക്സൺ വീട്ടില് അപ്പന് സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് അവനും പോയി. അവരെല്ലാം ഒരുമിച്ചിരുന്ന് പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞു അവരുടേതായ ലോകത്തായി. എന്താ ഹോബി ഒന്നും മിണ്ടാത്തേ? നിന്നോടാ. എന്താ ചോദിച്ചേ? എന്താ മിണ്ടാത്തേന്ന്? ഏയ് ഒന്നുമില്ല, നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ. എന്നാൽ എന്തേലും പറയുന്നേ. അന്ന് വീട്ടിൽ വന്നപ്പോ മാത്രം വാതാരത്ത് സംസാരിച്ച ആളല്ലേ, പിന്നെ ഇപ്പൊ മാത്രം എന്താ? അതങ്ങനെ വൈകേച്ചി. പുള്ളിക്ക് ചില ആൾക്കാർ വന്നപ്പോ തൊട്ട് വേറെ ഏതോ ലോകത്താ. മൈൻഡിൽ ഫുള്ള് ചിലങ്കയും ഉടക്കോയിൽ ഓടിക്കൊണ്ടിരിക്കുക. എന്തായാലും മനസ്സിലായില്ല. ഏയ് ഒന്നുമില്ല. ആര് പറഞ്ഞു ഒന്നുമില്ലെന്ന്? ഞാൻ പറയാം വൈകേച്ചി. നീ അല്ലാതെ ഇവളുമാരുടെ വായിച്ചെന്ന് കയറി കൊടുക്കൂ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നിട്ടോ ഹോബിച്ചാ. എടി, നിന്റെയൊക്കെ കാല് ഞാൻ പിടിക്കാം. ദീപത്തോർത്തൊന്നും ഇല്ലായിരിക്കാം. ഈ നേരത്തെ ഇതാരാ? ചേച്ചി വീട്ടിക്ക് ഞാൻ നോക്കിട്ട് വരാട്ടോ. ആ മോളെ. അവള് വാതിൽ തുറന്നതും കാണുന്നത് ഒരു വൃദ്ധനായിരുന്നു. ആരാ? മിത്ര. വി, പ്രോഗ്രാമൊക്കെ നല്ല രീതിക്ക് തന്നെ നടക്കില്ലേ? സാർ എന്താ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? കോളേജ് ഡേ ഒന്നുമല്ലല്ലോ, റീയൂണിയൻ അല്ലേ. ഇത് ഞങ്ങൾ എല്ലാരും കൂടി നോക്കിക്കോളാം. ഏയ് വേറൊന്നും കൊണ്ടല്ല വി, നമ്മുടെ പഴയ പ്രിൻസിപ്പൽ വരുന്നുണ്ടല്ലോ, അതാ എനിക്ക് ഇത്ര പേടി. ഡോണ്ട് വറി സർ, ഞങ്ങൾ നോക്കിക്കോളാന്നേ. ജെ കെ അല്ലേ? യാ, എനിക്കറിയാം, ഈ നിൽക്കുന്ന ഓരോരുത്തരെ അറിയാം. ആഹാ, അത് എളുപ്പമായല്ലോ. ഈ കോളേജിലെന്തും നിങ്ങളുടെ ഓർമ്മകളുണ്ട്. നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളും
നിങ്ങളുടെ സൗഹൃദവും ആ ഒരു ബാച്ചിൽ നിങ്ങളുടെ മാത്രമായത് ഇന്നേ വരെ ഈ കോളേജിൽ ഒരു ഗ്യാങ്ങിന് സ്വന്തമാക്കാൻ കഴിയാത്ത ട്രോഫികളുടെ എണ്ണം പറയും. ആക്ച്വലി നിങ്ങളെല്ലാവരും ഞാൻ ഒന്ന് പരിചയപ്പെടാനിരിക്കുമായിരുന്നു. ഞങ്ങളും So baby, when you need that, give me the word. I'm no good. I'll be bad for my baby. Make sure that he's getting his share. Make sure that his baby take care. Make sure I'm on my toes, on my knees, keep him please, rub him down, be a lady and a freak. Oh. ഡാ, എല്ലാരും തിരിച്ചു പോവാണ്. വൈകിയും പോയി പറയടാ. ഡാ, എനിക്കാവില്ല. ഹോബിച്ച ആരെയും വന്ന് കുത്തിക്കൊണ്ടുപോകുന്ന മുമ്പ് സ്വന്താക്കാൻ നോക്ക്. ചെല്ലടാ ഹോബി. അവിടേക്കാണ് വൈകിയുടെ വരവ്. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? എല്ലാരും വേഗം സംസാരം നിർത്തി. ഏയ് ഒന്നിനെ വേഗ, ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞ. ആ എന്നാ പിന്നെ നടക്കട്ടെ. പിന്നെ ഞാനങ്ങ് ഇറങ്ങുക. പിന്നീട് എപ്പോഴെങ്കിലും കാണും. എടാ, അവളത്തെ പോകുന്നു. വൈകി തിരിഞ്ഞു നോക്കി. ഹോബി താൻ എന്റെ കൂടെ വാ. ഹോബി അടക്കം അവരെല്ലാരും ഒന്ന് ഞെട്ടി. എന്തിനാ? വാടോ. പോളങ്ങോട്ട് ദയവായിട്ട് കൊണ്ട് തന്ന ചാൻസാ. ചെല്ലു ഹോബിച്ച. കർത്താവേ, എവിടെ കാണാവോ? ആരും പേടിക്കണ്ട, ആ പോയതിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാവും. എല്ലാരും ഒന്ന് യൂനിയെ നോക്കി. ഞാൻ എല്ലാം വൈകി ചെറു പറഞ്ഞു. എന്ത്? ഹോബിച്ചന്റെ പ്രേമാണോ? എന്തിന്? ഇതുവരെ കഴിഞ്ഞ ആ വീട് കൈ ഒന്നിന്റെ കൂടി കുറവുണ്ടായിരുന്നു. സബാഷ്, ഹോബിച്ചന്റെ കാര്യത്തിൽ തീരുമാനം. ഹോബി, ഉം. ഡു യു ലവ് മീ? ഏ? തനിക്കെന്നാ ചെവി കേക്കില്ല. ഡു യു ലവ് മീ ഓർ നോട്ട്? ആ, ഞാൻ ഈ ക്ലാസിക്കൽ ഡാൻസിനെ കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ലാതെ. ഏ? ആ, എന്തിനാ? എനിക്ക് വെസ്റ്റേണിനേക്കാൾ കൂടുതൽ താല്പര്യം ക്ലാസിക്കൽ ഡാൻസിനോടാ. അത് മേടിക്കണ്ടോ? എനിക്ക് രണ്ടും ഇഷ്ടാ. പിന്നെ നമ്മുടെ മക്കൾക്ക് ഇത് രണ്ടും പഠിക്കാൻ പുറത്തെ ടീച്ചേഴ്സിനെ അന്വേഷിക്കണ്ടല്ലോ. അതെ, ഓൻ പറഞ്ഞാൽ എത്ര തെറ്റ്? വെസ്റ്റേൺ പഠിപ്പിക്കാൻ പപ്പയും ക്ലാസിക്കൽ പഠിപ്പിക്കാൻ മമ്മയും ഉണ്ടല്ലോ. പിന്നെ ഇതിന് പുറത്തോണം. പോരാത്തതിന് ഞങ്ങളുടെ മക്കൾക്ക് ഡാൻസ് പഠിക്കണമെന്ന് തോന്നിയ ഒരു സ്ഥലവുമായി അല്ലടി നീ. പിന്നല്ലാതെ ജിമ്മിയേട്ടാ നമ്മുടെ. ആ ശരിയടി. എല്ലാരും ഇരിക്കുക, ഞാൻ വിളമ്പോ. മിത്ര, അളിയനോടെ ഇത്ര നേരം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വരും കേട്ടോ. ആ അല്ലയാ ഇരിക്കേ. ആ, ആരാ? അവരൊന്നും പറയാതെ അകത്തേക്ക് കയറി. ചോദിച്ചത് കേട്ടില്ലേ ആരാന്ന്? ജിമ്മിയേട്ടാ. ജെ കെ, ആരെങ്കിലും നിലത്തേക്ക് വന്നേ. ജിമ്മി ഇറങ്ങി വരുന്നു. കൂടെ വിയും ജെ കെയും ഉണ്ട്. ആരിത്? അറിയില്ല ജെ കെ, വന്നപ്പോ തൊട്ട് ഞാൻ ചോദിക്കുക ആരാന്ന്, ഒന്നും മിണ്ടുന്നില്ല. ആരാണ് നീയൊക്കെ? അതിലൊരാൾ പറഞ്ഞു. ബ്ലാക്ക് മാർക്ക് കേട്ടിട്ടുണ്ടോ മിസ്റ്റർ ജെ? From the whole damn cake and the cherry on top. Chuck up the bottom, make a good girl pop.
ശേഖർദാസിനെ കൊടും ക്രിമിനലിനെ കൊല്ലാൻ ഞങ്ങൾ സഹായിച്ച ആ 7 ധീരന്മാരെ കാണാൻ വേണ്ടി വന്നതാ. എവിടെ ബാക്കിയുള്ള 4 പേര്?